വെൽക്കം ടു നാറ്റമി. എല്ലാവർക്കും NIOS ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലാണ്. മാത്രമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഈ എക്സാമിന് വേണ്ടി ഒരുപാട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മളെല്ലാവരും. നൈറ്റിലുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാകും. ആ ലൈവ് ക്ലാസ്സിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറിയാണ് നമ്മൾ പറയുന്നത്. അതിന് പുറമെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളിൽ ഉണ്ടാകുന്ന ആശങ്കകളാണ്. ഏത് രൂപത്തിലാണ് ക്വസ്റ്റ്യൻസുകൾ വരിക, അതിനെങ്ങനെ നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് പലപ്പോഴും പല സമയത്തും ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് സാറിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. എന്താണ് നമുക്ക് ആദ്യമായി SSLC ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്നൈക്ക് ബൈറ്റ് എന്ന് പറയുന്ന അധ്യായത്തിലെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ദെൻ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ആ ക്വസ്റ്റ്യൻസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നോട്ടും പേനയും നിർബന്ധമാണ്. അതെല്ലാ ലൈവ് ക്ലാസ്സിലും എല്ലാ അധ്യാപകരും പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നുകൂടെ സാറൊന്ന് ഉണർത്തുകയാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഏതെല്ലാം ക്വസ്റ്റ്യൻസുകളാണ്, അതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ ചെയ്യും. ലോങ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകാം, അതുപോലെ തന്നെ ഷോർട്ട് ടൈപ്പിൽ ഉണ്ടാകാം, OMR MCQ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകാം. ഇതിനൊക്കെ നമ്മൾ ഏത് രൂപത്തിലാണ് എക്സാമിന് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയാണ് സാറ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പലപ്പോഴും പല ഭാഗങ്ങളിലായിട്ടും ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തരാറുണ്ട്. ഇപ്പോൾ ഇവിടെ സാറ് പാരഗ്രാഫ് കൊടുത്തിട്ടില്ല, നേരെ മറിച്ച് നേരെ ക്വസ്റ്റ്യൻസുകളാണ് പോയിട്ടുള്ളത്. പാരഗ്രാഫ് ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ പാരഗ്രാഫ് വായിച്ച് നോക്കണം. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ചില ചാപ്റ്റേഴ്സൊക്കെ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ചാപ്റ്റേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തിനാണ്? നമുക്ക് ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് ആദ്യമായിട്ട് കൃത്യമായി റീഡിങ് സ്കില്ലാണ്. വായിക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ള കഴിവ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഭാഗമാണ് ആദ്യമായി സാറ് പറയുന്നത്. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, why do you think the snake hide in itself? എന്താണ് സ്നൈക്ക്? നമ്മുടെ സ്നൈക്ക് ബൈറ്റ് എന്ന് പറയുന്ന അധ്യായത്തിൽ സ്നൈക്ക് എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്, സ്നൈക്ക് എങ്ങനെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഫോർ ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദ സ്റ്റോറി ഡസൻ എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റ് ദ സ്നേക്സ് റീസൺസ് ഓഫ് ഫോർ ഹൈഡിങ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അധ്യായത്തിൽ നമ്മുടെ സ്നൈക്ക് എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് ഹൈഡ് ആവണം എന്നുള്ളത് പറയുന്നില്ല. നേരെ മറിച്ച് however snakes often seek shelter on camouflage of feel safe from predators of or the threats. അതിനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഈ ഒരു കുട്ടി, നമ്മുടെ രാജ എന്ന് പറയുന്ന കുട്ടിയുടെ പേടിച്ചത് കാരണം ആ സ്നൈക്ക് ഒരു പക്ഷേ അവൻ്റെ കയ്യിൽ നിന്നും മാറി ഒളിച്ചിരുന്നിട്ടുണ്ടാകാം. ഓക്കെ, ഒളിച്ചതായിരിക്കാം ഇതിന് കാരണം. അതല്ലാതെ തന്നെ എന്തിനാണ് seeing Raja approaching might have triggered the snake's instincts to the eye to coconut shell. നമ്മളുടെ ഈ ഒരു കോക്കനട്ട് ഷെല്ലിൽ സ്നൈക്ക് കോക്കനട്ട് ഷെല്ലിൽ മറഞ്ഞിരുന്നതാകാം അതിനുള്ള കാരണം. എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ഈ രാജയെ പറഞ്ഞല്ലോ എങ്ങനത്തെ കുട്ടിയാണ്, സാഹസികത മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ സ്നൈക്കിനെയും തേനീച്ചയെയൊക്കെ പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടി ആയതുകൊണ്ട് ഈ കുട്ടിയുടെ വരവ് കണ്ടത് കാരണം നമ്മളുടെ സ്നൈക്ക് സ്വന്തമായിട്ട് മറിഞ്ഞിരുന്നതായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് രാജ ഡു വെൻ ഹി സോ ദ സ്നൈക്ക് ഗോയിങ് ഇൻ ടു ദ കോക്കനട്ട് ഷെല്ല്. കോക്കനട്ട് ഷെല്ലിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആ സ്നൈക്കിനെ രാജ എന്താ ചെയ്തത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്. അപ്പോൾ അതിന് ആൻസർ നമ്മൾ എങ്ങനെ ചെയ്യും? എക്സൈറ്റഡ് ബൈ ദ ഡിസ്കവറി. ആ ഒരു സ്നൈക്കിനെ കണ്ട പാടെ നമ്മളുടെ രാജ എക്സൈറ്റ് ആവുകയാണ്. മാത്രമല്ല രാജ ക്വിക്ലി ക്ലോസ്ഡ് ദ കോക്കനട്ട് ഷെൽ വിത്ത് എ സ്റ്റോൺ. ഒരു കല്ല് കൊണ്ട് നമ്മളുടെ കോക്കനട്ട് ഷെല്ല് അടച്ചു വെക്കുകയാണ് എന്നുള്ളതാണ്
പറയുന്നത്. Then essentially trapping the snake, he then ran to the grandmother with the captured animal. അതായത് കുട്ടി ഈ ഒരു പാമ്പിനെ അടച്ചു വെച്ചെന്ന് മാത്രമല്ല, ശേഷം എന്ത് കാട്ടുന്നത്, ആ കുട്ടി മനസ്സിലാക്കുന്നത് സ്നൈക്ക് ട്രാപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, അതിന് പുറമെ കുട്ടി നമ്മുടെ ഗ്രാൻഡ് മദറുടെ അടുത്തേക്ക് ഓടുകയാണ്. എന്തിനാണ്? ഗ്രാൻഡ് മദർക്ക് ഈ ഒരു പാമ്പിനെ, സ്നൈക്കിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ ഓടുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വൈ വാസ് ഗ്രാൻഡ് മദർ ഷോക്ക്ഡ്, ഹൗ ഡിഡ് ഷീ റിയാക്ട്. അതായത് നമ്മളുടെ ഈ ഒരു രാജ എന്ന് പറയുന്ന കുട്ടി ഗ്രാൻഡ് മദറുടെ അടുത്തേക്ക് ഓടുന്ന സമയത്ത് ഗ്രാൻഡ് മദർ എന്തിനാണ് പേടിച്ചത്, ആ ഗ്രാൻഡ് മദറുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു പാരഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് ഒരു പാരഗ്രാഫ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തരും, അതുമായി ബന്ധപ്പെട്ട ആൻസറുകൾ ചെയ്യാനാണ്. അപ്പോൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം പാരഗ്രാഫ് വായിക്കുക, ഒരു സ്റ്റോറി ആണെങ്കിൽ ആ സ്റ്റോറി വായിക്കുക, ശേഷം അതിന് ചുവടെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഗ്രാൻഡ് മദറെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. വൈ വാസ് ദ ഗ്രാൻഡ് മദർ ഷോക്ക്ഡ്, ഹൗ ഡിഡ് ഷീ റിയാക്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആൻസർ നമ്മൾ ചെയ്യാം. ആൻസർ എന്ന് പറഞ്ഞാൽ, ഗ്രാൻഡ് മദർ വാസ് ഷോക്ക്ഡ് ബിക്കോസ് എൻകൗണ്ടറിങ് എ സ്നേക്ക്. സ്നേക്കിനെ കണ്ട ഉടനെയാണ് നമ്മളുടെ ഗ്രാൻഡ് മദർ ഷോക്ക് ആവുന്നത്. എസ്പെഷ്യലി വൺ കൺഫൈൻഡ് ഇൻ എ കോക്കനട്ട് ഷെല്ല്. ആ ഒരു പാമ്പ് നമ്മളുടെ ഈ ഒരു കോക്കനട്ട് ഷെല്ലിൽ ഉണ്ട് എന്നുള്ളത് നമ്മളുടെ ഗ്രാൻഡ് മദർ മനസ്സിലാക്കുകയാണ്, തിരിച്ചറിയുകയാണ്. ഇസ് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സിറ്റുവേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രാൻഡ് മദർ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കുട്ടിയുടെ കയ്യിലാണ് കോക്കനട്ട് ഷെല്ല് ഉള്ളത്, അതിൽ ഈ ഒരു സ്നൈക്കിനെ അടച്ചു വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ കയ്യിൽ പാമ്പിനെയൊക്കെ കണ്ടാൽ ഗ്രാൻഡ് മദർ ആയാലും സ്നേഹമുള്ള അമ്മമാരും അച്ഛന്മാരൊക്കെ പേടിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഷീ അണ്ടർസ്റ്റാൻഡബിളി ക്രൈഡ് ഫോർ ഹെൽപ്പ് ഡ്യൂ ടു പെർസസീവ് ഫേറ്റ്. അല്ലെ, വളരെ പെട്ടെന്നുണ്ടായ ഒരു ഭീഷണി കാരണം നമ്മളുടെ ഗ്രാൻഡ് മദറെ ഹെൽപ്പിന് വേണ്ടി കരയുകയാണ്, ആർത്തി വിളിക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ ഗ്രാൻഡ് ഫാദർ അവിടെ അടുത്തേക്ക് ഓടി വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇമാജിൻ യുവർ രാജാസ് ഗ്രാൻഡ് ഫാദർ. നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളാണ് ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ളത്, രാജയുടെ ഗ്രാൻഡ് ഫാദർ നിങ്ങളാണെന്ന് സങ്കല്പിക്കുക. രാജ ബ്രിങ് ഹോം ടു എ സ്നേക്ക്. രാജ നമ്മളുടെ പാമ്പുമായിട്ട് വീട്ടിലേക്ക് വരികയാണ്, നിങ്ങളാണ് ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ളത്. ദെൻ ഹൗ ഡു യു തിങ്ക് യു വുഡ് റിയാക്ട്. നിങ്ങൾ എങ്ങനെ ആ ഒരു രാജയോട് റിയാക്ട് ചെയ്യുമെന്ന് തിങ്ക് ചെയ്യാനാണ് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലേക്ക് ഒരു കുട്ടി പാമ്പുമായിട്ട് വരാണ്. പാമ്പാവണമെന്നില്ല, മറ്റേത് ജീവിയായാലും അപകടകാരിയായിട്ടുള്ള ഏത് ജീവിയെ കൊണ്ടുവന്നാലും നമ്മൾ പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ആ ഒരു സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം. ആസ് രാജാസ് ഗ്രാൻഡ് ഫാദർ എന്ന നിലയിൽ, രാജയുടെ ഗ്രാൻഡ് ഫാദർ എന്ന നിലയിൽ, യുവർ പ്രൈമറി കൺസേൺ വുഡ് ബി ഹിസ് സേഫ്റ്റി. നമുക്ക് പ്രാഥമികമായിട്ടുള്ളത്, പ്രൈമറി ആയിട്ടുള്ളത് എന്താണ്? പ്രാഥമികമായിട്ടുള്ളത് കുട്ടിയുടെ സേഫ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ യു മൈറ്റ് ഇനീഷ്യലി ഫീൽ ഷോക്ക് ആൻഡ് വറി. നമുക്ക് എന്തായാലും നിർബന്ധമായിട്ടും ആ കുട്ടി അങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് ദേഷ്യം പിടിക്കും ചെയ്യും. മാത്രമല്ല നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. നമ്മൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകാം, സ്വാഭാവികമാണ്. സിമിലർലി ടു ഗ്രാൻഡ് ഫാദർ, ആ ഗ്രാൻഡ് ഫാദർക്ക് ഉണ്ടായിട്ടുള്ള അതേ അനുഭവം നമുക്ക് ഉണ്ടാകാം. ഹൗഎവർ യു വുഡ് ലൈക്ലി prioritize removing the snake from your home to protect Raja and others. രാജയെയും മറ്റുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു സ്നൈക്കിനെ എടുത്ത് ഒഴിവാക്കാൻ ശ്രമിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദിസ് കുഡ് ഇൻവോൾവ് ത്രോവിങ് ദ കോക്കനട്ട് ഷെൽ അവേ. നമുക്ക് ദൂരേക്ക് നമ്മൾ ആ കോക്കനട്ട് ഷെല്ല് എറിയുകയും ചെയ്യും. റിലീസിങ് ദ സ്നേക്ക് അറ്റ് എ സേഫ് ഡിസ്റ്റൻസ്. ദൂരത്തേക്ക്, നല്ല ദൂരത്തേക്ക് ആ പാമ്പിനെ നമ്മൾ വലിച്ചെറിയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഓർ കാരിങ് ഫോർ ഹെൽപ്പ് ഫ്രം സമോൺ എക്സ്പീരിയൻസ്ഡ് ഇൻ സ്നേക്ക് റിമൂവൽ. പാമ്പിനെ എടുത്തു മാറ്റാൻ പറ്റിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ എന്താക്കും, അതിനുവേണ്ടി സഹായത്തിന് വേണ്ടി വിളിക്കും എന്നൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിട്ട് പറയുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങൾ തിങ്ക് ചെയ്യുക, നിങ്ങളാണ് ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ളത്, രാജയുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് നിങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സ്ഥാനത്ത് അതിനോട് റിയാക്ട് ചെയ്യുക. നമ്മുടെ വീട്ടിലേക്ക് രാജ പാമ്പുമായിട്ട് വരികയാണ്. പാമ്പെന്ന് ആവണമെന്നില്ല, മറ്റേത് ജീവിയായാലും അപകടകാരിയായിട്ടുള്ള ഏത് ജീവിയായി കൊണ്ടുവന്നാലും
നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, സേ വെദർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സുകൾ ശരിയാണെങ്കിൽ ശരിയെന്ന് പറയുക, തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുക. ഇത് ഒരു പക്ഷെ നമ്മുടെ എക്സാം പേപ്പറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെന്ന് മനസ്സിലാക്കുക. ദ സ്നേക്ക് ഹൈഡ് അണ്ടർ എ സ്റ്റോൺ. ഇത് ചാപ്റ്റർ വൈസിലുള്ള നമ്മളുടെ സ്റ്റേറ്റ്മെന്റുകളാണ്. അത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് മനസ്സിലാക്കുക, കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളുടെ സ്നേക്ക് ഹൈഡ് ചെയ്തിട്ടുള്ള കല്ലിനടിയിലാണോ? അല്ല, ഫാൾസ് ആണ് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ രാജ വാസ് വെരി എക്സൈറ്റഡ് ടു സീ ദ സ്നേക്ക്. സ്നേക്കിനെ കണ്ടപ്പോൾ നമ്മുടെ രാജക്ക് വളരെ എക്സൈറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണല്ലോ, കുട്ടി അങ്ങനെയുള്ള ഒരു എക്സൈറ്റ് ആവുന്ന ഒരു കുട്ടിയാണ്. പാമ്പിനെയും അതുപോലെ തേനീച്ചയെയും കാണുമ്പോൾ ഇങ്ങനെയുള്ള എക്സൈറ്റ്മെന്റ് കൂടുതലായിട്ടുള്ള കുട്ടിയാണ് ആര്? നമ്മുടെ രാജ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ശരിയാണ്. Then next question, Raja's grandparents were very worried to see the coconut shell with the snake in the it. അതായത് കോക്കനട്ട് ഷെല്ലില് സ്നേക്ക് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ നമ്മളുടെ ഗ്രാൻഡ് പാരൻസ് വളരെ വെറീഡ് ആവുകയാണ്. ശരിയാണോ? ശരിയാണ് അല്ലേ. നമ്മളുടെ വീട്ടിലേക്ക് രാജ കോക്കനട്ട് ഷെല്ലില് പാമ്പിനെ കൊണ്ടുവരികയാണ്. അപ്പം ഇത് ആരറിയുന്നുണ്ട്? ഗ്രാൻഡ് പാരൻസ് അറിയുന്നുണ്ട്. അപ്പോൾ ഇവർ വറി ആവുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ കോക്കനട്ട് ഷെൽ ബ്രോക്ക് ആൻഡ് ദ സ്നേക്ക് ക്രൗൾഡ് അവേ. ശരിയാണോ? അങ്ങനെ ഒരു ഭാഗം നമ്മളുടെ ചാപ്റ്ററിൽ ഉണ്ടോ? കോക്കനട്ട് ഷെല്ല് പൊട്ടിയിട്ട് പാമ്പ് പുറത്തു വരുന്നുണ്ടോ? ഇല്ല, തെറ്റാണ്, ഫാൾസ് ആണ്. അപ്പൊ നിങ്ങൾ കൃത്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത് എന്ത് വേണം? ആദ്യം നമുക്ക് എടുത്ത് എന്ത് വേണം? ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കുക, അതിലെ കഥ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കഥയിൽ ഈ ഒരു ഫാൾസ് പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവൂല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് തെറ്റാണെന്നുള്ളത്. അപ്പൊ അതിന് ആദ്യം എന്ത് വേണം? ഓരോ ചാപ്റ്റർ വൈസിലും ഇത് ഇങ്ങനെയാണ് പറയുന്നത്, ഇത് ഈ രൂപത്തിലാണ് പോകുന്നത്, കഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിയും തെറ്റും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ, ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചാപ്റ്റർ വൈസിൽ ഉള്ള ക്വസ്റ്റ്യൻസിന് പുറമെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട നമ്മളുടെ റീഡിങ് സ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. പാരഗ്രാഫ് തരും, അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും താഴെ കൊടുത്തിട്ടുണ്ടാവുക. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. വൈ ഡിഡ് ബി സ്റ്റിംഗ് രാജ? രാജയെ എന്തുകൊണ്ടാണ് നമ്മളുടെ ബി തേനീച്ച കുത്തുന്നത്? എന്തുകൊണ്ടാണ്? ആൻസർ എന്താണ്? ഇൻ ദ ഈവനിങ്, വൈകുന്നേരം, വെൻ ഹി കിങ് ട്രൈ ടു ക്യാച്ച് ദ ബി. ഒരു തേനീച്ചയെ കൈകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ് നമ്മളുടെ രാജ. ആ ഒരു സമയത്ത് ദ ബി സ്റ്റങ് ഹിസ് ഫിംഗർ. ആ ഒരു സമയത്താണ് നമ്മളുടെ തേനീച്ച രാജയെ കടിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് രാജ ഗോ ടു ദ ഗ്രാൻഡ് മദർ? ഗ്രാൻഡ് മദർ അടുത്തേക്ക് എന്തുകൊണ്ടാണ് രാജ ഓടിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് രാജ ഓടിപ്പോകുന്നത്? രാജ ഓടിപ്പോകുന്നത് രാജ ലൈക്ലി വെന്റ് ടു ഹിസ് ഗ്രാൻഡ് മദർ ബിക്കോസ് ഹി ഫെൽറ്റ് പെയിൻ ആൻഡ് ഡിസ്കംഫോർട്ട് ഫ്രം ദ ബി സ്റ്റിംഗ്. അതായത് നമ്മളുടെ രാജ തേനീച്ച കുത്തിയപ്പോൾ ഒരുപാട് വേദന ഉണ്ടാവുകയും ആ വേദനയെ അടക്കാൻ വേദനയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മളുടെ അമ്മൂമ്മയുടെ അടുത്തേക്ക്, ഗ്രാൻഡ് മദറുടെ അടുത്തേക്ക് രാജ ഓടുന്നത്. അതുകൊണ്ട് തന്നെ ഹി മൈറ്റ് ഹാവ് ബീൻ സീക്കിംഗ് കംഫർട്ട്. അവർക്ക് എന്താ വേണ്ടത്? ഒരു കംഫർട്ടബിൾ ആണ് വേണ്ടത്. ആ ഒരു കംഫർട്ടിന് വേണ്ടിയാണ് നമ്മളുടെ രാജ ഗ്രാൻഡ് പാരൻസിന്റെ അടുത്തേക്ക് ഓടുന്നത്. റിസറൻസസ് ആൻഡ് മേ ബി സം ഹെൽപ്പ് ടു സൂത്ത് ദ സ്റ്റിംഗ്. ഈ ഒരു വേദനയിൽ നിന്നും ഒരു മാറ്റം വേണം. ആ ഒരു മാറ്റം ലഭിക്കാൻ വേണ്ടിയാണ് ഗ്രാൻഡ് മദർ അടുത്ത് പോയിക്കാണ്ട് എന്ത് പറയുന്നത്? എന്നെ പാമ്പ് കടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് ഹിസ് ഗ്രാൻഡ് മദർ തിങ്ക്? ഗ്രാൻഡ് മദർ എന്താണ് ചിന്തിക്കുന്നത്? ഇങ്ങനെ കുട്ടി ഓടിപ്പോയി എന്തോ കടിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് ഗ്രാൻഡ് മദറുടെ ചിന്ത എന്തായിരിക്കും? വൈ ഡിഡ് ഷീ തിങ്ക് സോ? അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ഗ്രാൻഡ് മദർ എന്താണ് ചിന്തിച്ചിട്ടുണ്ടാവുക? ആ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. നമുക്കറിയാം എന്താ ചിന്തിക്കുന്നുണ്ടാവുക? ഗ്രാൻഡ് മദറുടെ തിങ്ക് എന്തായിരിക്കും? ഗ്രാൻഡ് മദർ mistakenly thought Raja had been bitten by a snake. Yes, നമ്മളുടെ രാജയെ കടിച്ചിട്ടുള്ളത് എന്താണ്? ഒരു സ്നേക്ക് ആണെന്ന് മനസ്സിലാക്കുകയാണ് നമ്മളുടെ ഗ്രാൻഡ് മദർ. എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ അങ്ങനെ മനസ്സിലാക്കാനുള്ള കാരണം?
അതിനും കാരണം പറയണം. അതൊരു ക്വസ്റ്റ്യനുള്ള നമ്മളെ ക്വസ്റ്റ്യൻ ആണ്. ദിസ് മൈറ്റ് ബി ഡ്യൂ ടു ദ സഡൻനെസ് ആൻഡ് intensity of Raja's pain, the swelling on his finger, or perhaps a cultural belief about bee sting resembling snake bites. അതായത് കുട്ടിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്, കുട്ടിക്ക് നന്നായിട്ട് വേദന ഉണ്ട്. ഈ രാജായുടെ കൈ തേനീച്ച ആണ് കടിച്ചിട്ടുള്ളത്, പക്ഷെ കുട്ടി നന്നായിട്ട് കരയുന്നുണ്ട്, കുട്ടിക്ക് നന്നായിട്ട് വേദനയുണ്ടെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ കരുതോ? പാമ്പാണെന്ന് കരുതോ? പാമ്പാണെന്ന് അതുകൊണ്ട് മാത്രമല്ല, കുട്ടിയെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന, പാമ്പിനെ പിടിക്കാനും തേനീച്ചയെ പിടിക്കാനും ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. അന്ന് രാവിലെ വരെ കുട്ടിയെ വാൺ ചെയ്തിട്ടുണ്ട്, ഒരിക്കലും പാമ്പ് പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് വാൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നമ്മുടെ ഗ്രാൻഡ് മദർക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരാൻ, ഒരു മിസ്റ്റേക്കൻ വരാൻ കാരണം. ഓക്കെ, അങ്ങനെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള കാരണം എന്താണ്? ഈ ഒരു കുട്ടി രാവിലെ പാമ്പിനെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പാമ്പ് കൊണ്ടുവന്നപ്പം ഗ്രാൻഡ് മദർ ഉപദേശിച്ചു ഒരിക്കലും പാമ്പ് പിടിക്കരുതെന്ന് പറഞ്ഞിട്ട്. വീണ്ടും തൻ്റെ വഴിയിൽ വെച്ച് തേനീച്ചയെ കാണുകയാണ്. ആ തേനീച്ചയെ കണ്ട സമയത്താണ് തേനീച്ച പിടിക്കുന്നത്, തേനീച്ച കടിക്കുന്നു, വേദന എടുക്കുന്നു, വീട്ടിലേക്ക് ഓടുന്നു, പറയുന്നു എന്ത് വേദന എടുക്കുന്നുണ്ട് എന്ന്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ആണെങ്കിൽ കൂടിയും എന്ത് വിചാരിക്കുക? പാമ്പായിരിക്കും, നല്ല വേദന ഉണ്ട്, കുട്ടി കിടന്ന് വേദന കൊണ്ട് പുളയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാം, സ്വാഭാവികമാണ്. Then next question, why do you think his grandmother should have done when Raja come to her after being stung by bee? ഒരു ബീ കടിച്ചിട്ട്, ഒരു തേനീച്ച കടിച്ചിട്ട് വീട്ടിലേക്ക് ഓടി വരുന്ന കുട്ടിയെ അങ്ങനെ ഗ്രാൻഡ് മദർ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. നേരത്തെ പറഞ്ഞ ആൻസർ തന്നെയാണ്. ആൻസർ ഇൻസ്റ്റെഡ് ഓഫ് അസ്യൂമിങ് സ്നേക്ക് ബൈറ്റ്, സ്നേക്ക് ബൈറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള കാരണം ഗ്രാൻഡ് മദർ കുഡ് ഹാവ് ഉണ്ടായിട്ടുണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. എക്സാമിൻഡ് ദ സ്റ്റിങ്, ആ കടിച്ച ഭാഗം നിരീക്ഷിച്ചു. സ്റ്റിങ് സൈറ്റ് ടു ലുക്ക് ഫോർ ബി പാർട്സ് ഓർ അതർ ഡിസ്റ്റിങ്വിഷിംഗ് മാർക്സ്. അല്ലെ, ആ അടയാളങ്ങൾ കണ്ടിട്ട് സ്വാഭാവികമായിട്ടും അമ്മമ്മ കരുതി പാമ്പാണ് കടിച്ചതെന്ന്. ദെൻ നെക്സ്റ്റ്, കാംഡ് രാജ ആൻഡ് റിസ്റ്റോർഡ് ഹിം ഇറ്റ് വാസ് ലൈക്ലി എ ബീങ് സ്റ്റിങ് എന്നുള്ളതാണ്. ദെൻ അപ്ലൈഡ് ബേസിക് ഫസ്റ്റ് എയ്ഡ് ലൈക്ക് കോൾഡ് കോംപ്രസ് ആൻഡ് പെയിൻ റിലീഫ് മെഡിക്കേഷൻസ്. അതുപോലെ തന്നെ മോണിറ്റേർഡ് രാജ ഫോർ എനി അലർജിക് റിയാക്ഷൻസ് ഓഫ് സിംറ്റംസ്. ഇങ്ങനെയുള്ള പാമ്പ് കടിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടായിരിക്കാം സ്വാഭാവികമായിട്ടും ഈ കുട്ടിയെ പാമ്പാണ് കടിച്ചതെന്ന് തെറ്റിദ്ധരിക്കാനുള്ള കാരണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഇഫ് രാജ ഹാഡ് ബീൻ ബിറ്റൻ ബൈ എ സ്നേക്ക് ബട്ട് his grandmother believed that he was bitten by a snake? ഇങ്ങനെ നമ്മളുടെ കുട്ടിയെ തേനീച്ച കടിച്ചപ്പോൾ ഗ്രാൻഡ് മദർ എന്ത് വിശ്വസിച്ചു? പാമ്പാണെന്ന് കടിച്ച് വിശ്വസിച്ചു. അതിനുള്ള എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടായത്? ഇഫ് രാജ ഹാഡ് ബീൻ ബിറ്റൻ ബൈ സ്നേക്ക്, ഡിലേയിങ് പ്രോപ്പർ മെഡിക്കൽ അറ്റൻഷൻ ഡ്യൂ ടു എ മിസ്റ്റേക്കൺ ബീ സ്റ്റിങ് കുഡ് ഹാവ് ബീൻ ഡേഞ്ചറസ്. സ്നേക്ക് ബൈറ്റ്സ് റിക്വയർ സ്പെസിഫിക് ആനിവേറ്റംസ് ട്രീറ്റ്മെന്റ്. അതായത് ഇതിപ്പം കടിച്ചത് പാമ്പായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ചികിത്സ അത്യാവശ്യമായിരുന്നു. എന്നാൽ കടിച്ചത് തേനീച്ച ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള ചികിത്സയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക, മനസ്സിലാകും. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് അതിലുള്ള. സേ വെദർ ഫോർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, നമ്മളുടെ ചാപ്റ്റർ വൈസിലുള്ള ഭാഗങ്ങളാണ് പറയുന്നത്, അതിലുള്ള സ്റ്റേറ്റ്മെന്റ്സുകളാണ്. ശരിയാണെങ്കിൽ ശരിയെന്ന് പറയാം, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് കാണിക്കാനാണ് പറയുന്നത്. രാജാസ് ഗ്രാൻഡ് ഫാദർ ഗോട്ട് വെരി വറീഡ് ടു സീ ദ ബ്ലൂ മാർക്ക് ഓൺ രാജാസ് ഫിംഗർ. രാജയുടെ ഫിംഗറിലുള്ള ബ്ലൂ മാർക്ക് കണ്ടപ്പോൾ നമ്മളുടെ ഗ്രാൻഡ് ഫാദർ സ്നേക്കാണ് ബൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. ശരിയാണോ? ശരിയാണ്, ട്രൂ ആണ്. ദെൻ നെക്സ്റ്റ്, രാജ ഹാഡ് ടു റൺ ത്രൂ ദ പാഡി ഫീൽഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദർ. രാജ നമ്മളുടെ ഗ്രാൻഡ് ഫാദർ അടുത്തേക്ക് പാഡി ഫീൽഡിലൂടെ, പാടത്തിലൂടെ ഓടിപ്പോയി എന്നുള്ളതാണ്. ശരിയാണ്. ദെൻ നെക്സ്റ്റ്, രാജ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ റാൻ ടു ക്യാച്ച് ദ ബീ. രാജയും ഗ്രാൻഡ് ഫാദറും തേനീച്ചയെ പിടിക്കാൻ വേണ്ടി ഓടി എന്നുള്ളതാണ്. ശരിയാണോ? അങ്ങനെ ഒരു ഭാഗം ചാപ്റ്ററിൽ പറയുന്നുണ്ടോ? ഇല്ല, ഫാൾസ് ആണ്. ദെൻ നെക്സ്റ്റ്, രാജാസ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ടു റൺ ലോങ് ഡിസ്റ്റൻസ് ക്യാരിയിങ് രാജാസ് ഇൻ ആംസ്. ഈ ഒരു രാജയെയും ചുമന്നുകൊണ്ട് ഒരുപാട് ദൂരം ഗ്രാൻഡ് ഫാദർ ഓടിപ്പോയിട്ടുണ്ടോ? ഓടിപ്പോയിട്ടുണ്ട്, ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ
നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. രാജാസ് ഗ്രാൻഡ് ഫാദർ ഷൗട്ടഡ് ബിക്കോസ് ഹി വാസ് ആംഗ്രി. രാജയുടെ ഗ്രാൻഡ് ഫാദർ ദേഷ്യം പിടിച്ചത് കാരണം ശബ്ദമുണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണോ? അങ്ങനെ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ടോ? ഇല്ല, ഫാൾസ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ടെർമിനൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. ആൻസറിങ് യുവർ ടെർമിനൽ ക്വസ്റ്റ്യൻസ്. വാട്ട് ഡു യു തിങ്ക് രാജ ഫെൽറ്റ് വെൻ ഹി ഹാഡ് ടു സിറ്റ് ഓൺ ഫ്രണ്ട് ഓഫ് ദ ഓൾഡ് മാൻ ടു ബി ട്രീറ്റഡ് ഫോർ എ സ്നേക്ക് ബൈറ്റ്? സ്നേക്ക് ബൈറ്റിന് വേണ്ടി ട്രീറ്റ് ചെയ്യുമ്പോൾ, ചികിത്സിക്കുമ്പോൾ നമ്മളുടെ രാജയ്ക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളതാണ്. രാജ ലൈക്ലി ഫെൽറ്റ് എ മിക്സ് ഓഫ് ഇമോഷൻസ്, കൺഫ്യൂഷൻ, ഫ്രസ്ട്രേഷൻ, മേ ബി ഈവൻ ഫിയർ. നമ്മുടെ രാജയ്ക്ക് നിരാശയുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, അതുപോലെ ഒരുപാട് വേദനകളൊക്കെ അതിലുണ്ട്, ഈവൻ പേടി പോലും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഹി ന്യൂ ഹി ഹാഡൻ ബീൻ ബിറ്റൻ ബൈ സ്നേക്ക്. അല്ലെ, അവനക്ക് അറിയാം എന്തേ ഈ കടിച്ചിട്ടുള്ളത് പാമ്പൊന്നും അല്ല എന്നുള്ളത് അവനക്ക് അറിയാം. പക്ഷേ ഗ്രാൻഡ് ഫാദർ പറയാൻ അനുവദിക്കുന്നില്ല. ബട്ട് ഹിസ് വോയിസ് വാസ് ഇൻ ഹേർഡ്. അവന്റെ ശബ്ദം കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഹി മൈറ്റ് ഹാവ് ഫെൽറ്റ് ഹെൽപ്ലെസ് ആൻഡ് ആങ്ഷ്യസ് വിൽ അണ്ടർഗോയിങ് ദ അൺനെസസറി റീറൽ. അതായത് അവിടെ മതാചാരപരമായിട്ടുള്ള ചികിത്സകളാണ് നടക്കുന്നത്. അപ്പം ഈ ഒരു ചികിത്സകളെ കണ്ടിട്ട് അവന് ആകെ ഭയന്നിട്ടുണ്ട്. അപ്പോൾ അവനക്കൊന്നും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡു യു തിങ്ക് രാജാസ് ഗ്രാൻഡ് ഫാദർ ഡിഡിന്റ് ലെറ്റ് രാജ സ്പീക്ക്? ഡു യു അപ്രൂവ് ഓഫ് രാജാസ് സൈലൻസ്? രാജയുടെ ഈ ഒരു സൈലൻസിന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഗ്രാൻഡ് ഫാദേഴ്സ് ബിഹേവിയർ കുഡ് ബി ഡ്യൂ ടു സെവറൽ റീസൺസ്. ഈ രാജയുടെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെയൊക്കെ പെരുമാറാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പാനിക്. സ്വാഭാവികമായിട്ടും തൻ്റെ പേരമകന് ഇങ്ങനെ ഒരു കടി ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മുത്തശ്ശന്മാരും ഒക്കെ സ്വാഭാവികമായിട്ടും പാനിക് ആവും. ദെൻ ഹിസ് ഇനീഷ്യൽ ഷോക്ക് ആൻഡ് വെറി മൈറ്റ് ഹാവ് clouded his judgment, leading him trust the traditional cure for any bite. ഇനിയിപ്പോൾ തേനീച്ചയായാലും പാമ്പായാലും കടിച്ചത് എന്തായാലും വേണ്ടില്ല, ഒരു ട്രഡീഷണൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അവരൊക്കെ തയ്യാറാവുള്ളൂ. നെക്സ്റ്റ്, റെസ്പെക്റ്റഡ് ഫോർ ദ ഓൾഡ് മാൻ. ആ ഓൾഡ് മാനോടുള്ള ബഹുമാനം കാരണമാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഹി മൈറ്റ് ഹാവ് ഇൻഗ്രൈൻഡ് റെസ്പെക്ട് ഫോർ എൽഡേഴ്സ് ആൻഡ് ലോക്കൽ ഹീലിയേഴ്സ്. ആ ഒരു ലോക്കൽ ഒരു മുറിവൈദ്യനെ എടുത്ത് കൊണ്ടുപോയപ്പം അദ്ദേഹത്തോടുള്ള ബഹുമാനം കാരണമായിരിക്കാം അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ലീഡിങ് ഹിം ടു ബിലീവ് ദ മാൻസ് അതോറിറ്റി വിത്തൗട്ട് ക്വസ്റ്റ്യൻസ്. ഒരു ചോദ്യവുമില്ലാതെ ആ ഒരു അതോറിറ്റിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വെദർ അപ്രൂവിംഗ് ഓഫ് രാജാസ് സൈലൻസ് ഇൻ സബ്ജക്റ്റീവ് വിൽ റെസ്പെക്ടിങ് എൽഡേഴ്സ് ഇൻ ഇമ്പോർട്ടൻറ്റ്. അല്ലേ, മൂത്തവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അവിടെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. Speaking up for your own health is crucial. Open communication could have avoided unnecessary ritual and potential misunderstandings. അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി അവനക്ക് വേണ്ടി പറയാം ഇത് കടിച്ചത് തേനീച്ചയാണെന്ന് പറയാം. പക്ഷെ അവിടെ റിച്വൽ ആയിട്ടുള്ള ഒരു മതാചാരപരമായിട്ടുള്ള ചികിത്സ നടക്കുമ്പോൾ അവിടെ ആരും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇൻ യുവർ ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായത്തിൽ വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ വാസ് ദ ഓൾഡ് മാൻ? ആ ഓൾഡ് മാൻ, അതായത് നമ്മളുടെ ആ ഒരു വൈദ്യനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അദ്ദേഹം എങ്ങനത്തെ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ബി ജെന്യുവൻലി കൺവിൻസ്ഡ് ഓഫ് ഇസ് സ്നേക്ക് ബൈറ്റ് ക്യൂർ. ദോ ഇൻഎഫക്റ്റീവ് അഗൈൻസ്റ്റ് ബി സ്റ്റിങ്, ഹി മൈറ്റ് ഹോൾ ജെന്യുവിൻ ബിലീഫ് ഇൻ ഇസ് ട്രഡീഷണൽ പ്രാക്ടീസസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ലാസ്റ്റ് ഭാഗത്ത്. അതിന്റെ ലാസ്റ്റ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം എന്താണ് തോന്നിയിട്ടുണ്ടാവുക അത് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു അധ്യായമാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പുതിയ ഒരു അധ്യായത്തെ കുറിച്ചാണ്. എന്താണ് പറയുന്നത് നോക്കാം. ചാപ്റ്റർ 3 കോണ്ടിബ എ ഹീറോ എന്ന് പറയുന്ന അധ്യായത്തിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളും അതിലെ ഇമ്പോർട്ടൻറ്റ് ആൻസേഴ്സുകളുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് പേനയും നോട്ടും ഉണ്ടായിരിക്കാം. അത് നിങ്ങൾ നോക്കി എഴുതി വെക്കുക. പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നത് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എഴുതി കുറിച്ച് വെക്കുക. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു.
ഓക്കെ, കഴിഞ്ഞ അധ്യായത്തിൽ 2-3 ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള പാരഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അതല്ല ഇനി പാരഗ്രാഫ് ആയിക്കോളണമെന്നില്ല, ഈ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സാർ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ആൻഡ് ഹൗ ഡിഡ് കോണ്ടിബ ബിക്കെയിം ബ്ലൈൻഡ്? നമ്മൾ കോണ്ടിബ എപ്പോഴാണ് ബ്ലൈൻഡ് ആവുന്നത്? കോണ്ടിബ ബ്ലൈൻഡ് ആണല്ലോ, എപ്പോഴാണ് ബ്ലൈൻഡ് ആവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോണ്ടിബ ലോസ്റ്റ് ഹിസ് സൈറ്റ് at the age of 8 when he contracted smallpox. അതായത് സ്മോൾ പോക്സ് കാരണം, വസൂരി കാരണമാണ് നമ്മളുടെ കോണ്ടിബയ്ക്ക് 8ാമത്തെ വയസ്സിലാണ് എന്തുണ്ടാവുന്നത്, ഈ ഒരു വസൂരി ഉണ്ടാകുന്നത്. ആ വസൂരി കാരണമായിട്ടാണ് നമ്മളുടെ ഈ ഒരു കുട്ടിക്ക് കോണ്ടിബക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കോണ്ടിബ ഹേറ്റഡ് ബെഗിങ്. കോണ്ടിബ ബെഗിങ്ങിനെ ഹേറ്റ് ചെയ്തിരുന്നു, വെറുത്തിരുന്നു. കാരണം എന്താ? ബട്ട് ഹി ഹാഡ് ടു ബെഗ്. ഓക്കെ, പക്ഷെ അവന് ഒരു ബെഗറായി മാറുന്നുണ്ട്. വൈ ഡിഡ് ഹി സ്റ്റാർട്ട് ബെഗിങ്? എന്തിനാണ് നമ്മളുടെ ഈ ഒരു കോണ്ടിബ ബെഗിങ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ എന്ന് പറയുന്നത് ഹി കുഡ് നോട്ട് സെൽ ബ്രൂംസ് ഡ്യൂ ടു ലാക്ക് ഓഫ് സക്സസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഹി ലേൺഡ് ദാറ്റ് ബ്ലൈൻഡ് ബെഗേഴ്സ് റിസീവ് മോർ ജനസ്റ്റലി ഇൻ മുംബൈ. മുംബൈയിൽ ഒരുപാട് സാധ്യതകളുണ്ട് ആർക്ക്? ബെഗർമാർക്ക് എന്നുള്ള ഒരു ധാരണയും അവനക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ ഒരു കോണ്ടിബ ബെഗർ ആവാൻ ഉള്ള കാരണം എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇഫ് യു വേർ ഇൻ കോണ്ടിബാസ് പ്ലേസ്, നിങ്ങളാണ് കോണ്ടിബയുടെ സ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ, ആൻഡ് വുഡ് ലോസ് യുവർ ഐസൈറ്റ്, വാട്ട് വുഡ് യു? ഓക്കെ, നിങ്ങളാണ് കോണ്ടിബയുടെ സ്ഥാനത്തുള്ളത്, നിങ്ങളുടെ കാഴ്ചയാണ് നഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന് ആൻസർ എന്ന് പറയുന്നത് ദിസ് ഈസ് എ പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എഴുതാം. നമ്മുടെ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എഴുതാം വിത്തൗട്ട് നോ സിംഗിൾ ആൻസർ. ഇതിനൊരു എന്തില്ല, സിംഗിൾ ആയിട്ടുള്ള ആൻസർ ഇല്ല. മാത്രമല്ല ഡിഫറെന്റ് പീപ്പിൾ വുഡ് കോപ്പ് ആൻഡ് അഡാപ്റ്റ് ഇൻ ഡിഫറെന്റ് വേസ്. ആളുകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഇൻഡിവിജ്വൽ റിസോഴ്സസ്, സപ്പോർട്ട് സിസ്റ്റംസ് ആൻഡ് resilience, it is important to remember that even the significant challenges like blindness, people can still lead fulfilling lives and find alternative ways to contribute and achieve their goals. പല ആളുകളും അന്ധന്മാരായിക്കോട്ടെ, അതല്ല മറ്റു ചില പോരായ്മകൾ ഉണ്ടായിക്കോട്ടെ, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പല ആളുകളും വിജയിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെ പോലെയൊക്കെ വിജയിക്കണമെങ്കിൽ അത് ഓരോരുത്തരുടെ പേഴ്സണൽ മേറ്റേഴ്സ് ആണ്, ഓരോരുത്തർ ജീവിക്കുന്ന സാഹചര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരുപാട് ആസ്തിയുള്ള, പാരമ്പര്യമായിട്ട് ആസ്തിയുള്ള ആളുകൾ ഉണ്ടാകാം. അപ്പം അങ്ങനെ അവർക്ക് ജീവിക്കാം. അതെല്ലാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള മാർഗത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ശൈലി നിങ്ങൾക്ക് ജീവിക്കാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു വ്യക്തിപരമായിട്ടുള്ള ആൻസർ ആണ് ഇതിന് ഉണ്ടാവുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹു ഹാഡ് ഡഗ് ദ വെൽ? ആ വെൽ എന്താണ്? കിണർ. ആ കിണർ കുഴിക്കുന്നത് ആരാ? കിണറിൽ നിന്നാണല്ലോ നമ്മളുടെ ഒരു കുട്ടിയെ നമ്മളുടെ കോണ്ടിബ രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ ആരാണ് ആ കിണർ കുഴിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. അപ്പൊ എന്താണ്? വേർ വാസ് ഇസ് ഡഗ്? ഈ ഒരു കുഴി, ഈ ഒരു ഡഗ് എവിടെ ഉണ്ടായിരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്, പ്രധാനമായിട്ടും പറയുന്ന കാര്യമാണ് ഈ ഒരു ഡഗ് കുഴിക്കുന്നത് ആ ഒരു ചെരുവ് പ്രദേശത്താണ്, ചേരി പ്രദേശത്താണ് നമ്മളുടെ ഈ ഒരു കിണർ കുഴിക്കുന്നത്. മാത്രമല്ല ഈ കിണർ കുഴിക്കാൻ കാരണമുണ്ട്, അവിടേക്ക് ക്ഷാമം അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു ഈ കിണർ കുഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ആൻസർ കൊടുക്കുന്നത് നോക്കാം. ദ വെൽ വാസ് ഡഗ് ബൈ ദ റെസിഡൻസ് ഓഫ് ഗോളിബാർ സ്ലം ഇൻ ഗാദ്പൂർ, അല്ലെ? അതായത് സ്ലമ്മിലാണ് ഈ ഒരു വെൽ ഉണ്ടാക്കുന്നത്. മാത്രമല്ല മുംബൈയിലുള്ള ഒരു ചേരി പ്രദേശമാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ വാസ് ദ വെൽ ഡഗ്? എന്തിനാണ് ഈ വെൽ ഉണ്ടാക്കുന്നത്? ഈ ഒരു കിണർ കുഴിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്കറിയാം the well was dug because existing water tap was insufficient. അവിടെ എന്തില്ലായിരുന്നു? ആവശ്യത്തിന് വേണ്ട വിധത്തില് വാട്ടർ ടാപ്പ് ഉണ്ടായിരുന്നില്ല. ഇനി ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ഇൻ ദ വെൽ വിത്തിൻ 2 years? അതിനു മുമ്പ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ടുണ്ടോ?
നിങ്ങൾക്ക് ഓർമ്മയില്ല, വായിച്ചിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. വൈ വാസ് ദ വെൽ ഡഗ്? നമ്മളുടെ കിണർ എന്തിനു വേണ്ടി കുഴിക്കുന്നത്? ആ കിണർ കുഴിക്കാനുള്ള കാരണം ആ നാട്ടിലെ കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദ വെൽ വാസ് ഡഗ് ബിക്കോസ് the existing water tap was insufficient for the growing population of the slum. ആ ചേരി പ്രദേശത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വേണ്ട വിധത്തിൽ അവർക്ക് എന്തുണ്ടായിരുന്നില്ല? കുടിവെള്ള ടാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് അവർ ആ ചേരി പ്രദേശത്ത് കിണർ കുഴിക്കുന്നത് എന്നുള്ളതാണ്. Then next question, what had happened to the water in the well within 2 years? 2 വർഷമായിട്ട് ആ ഒരു വാട്ടർ ടാപ്പിന്, ആ ഒരു കിണറിന് എന്ത് പറ്റി എന്നുള്ളതാണ്. The water in the well became blackish green and murky because it lacked as well as and received debris from the surrounding soil and rocks. അതിന് വേണ്ട വിധത്തിലുള്ള ചുറ്റുമതിൽ ഇല്ലാത്തത് കാരണമായിട്ട്, വേണ്ട വിധത്തിലുള്ള മതിലുകൾ ഇല്ലാത്തത് കാരണമായിട്ട് അതിലുള്ള ചുറ്റുപാടുമുള്ള കല്ലുകളും മണ്ണുകളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അതിന് അടിയിൽ എന്തായിട്ടുണ്ട്? ഒരു മഡി സോയിലായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് പറയുന്നത്. ദെൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഹാപ്പൻ വൺ ഡേ വെൻ കോണ്ടിബ വാസ് ഹാവിങ് ഫുഡ്? ഒരു ദിവസം ഫുഡിന് വേണ്ടി നമ്മൾ കോണ്ടിബ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. കോണ്ടിബ വാസ് ഇന്റർപ്രറ്റഡ് ബൈ ന്യൂസ് ഓഫ് യങ് അരവിന്ദ് ഫാലിംഗ് ഇൻ ടു ദ വിൽ വാച്ചിങ് വാട്ടർ. വെള്ളം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഒരു കുട്ടി, അരവിന്ദ് എന്ന് പറയുന്ന കുട്ടി, കിണറ്റിലേക്ക് എടുത്തു വീഴുന്നത്. ദിസ് പ്രോംപ്റ്റഡ് ഹിം ടു പുട്ട് അസൈഡ് ഹിസ് മീൽ ആൻഡ് റഷ് ടു ദ റെസ്ക്യൂ. അവന് ഭക്ഷണം അപ്പം വേണ്ടിയിരുന്നില്ല. ഇത് കേട്ടപ്പോൾ അവൻ എന്താക്കി? കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഓടി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് കോണ്ടിബ ഡു as soon he heard that someone had fallen into the well? ഓക്കെ, ആ ഒരു കിണറിൽ ആരോ വീണിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ കോണ്ടിബ എന്താ ചെയ്തത്? He immediately set aside his meal and asked to be led to the well, demonstrating urgency and determination to help. അല്ലേ, ഒരു സഹായിക്കാനുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി തൻ്റെ ഭക്ഷണമെല്ലാം മാറ്റിവെച്ച് അവൻ ആ ഒരു കിണറ്റിലേക്ക് ചാടുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ടൈംസ് ഡിഡ് കോണ്ടിബ ഗോ ഇൻ ടു ദ വെൽ? വാസ് ഹിസ് എക്സ്പീരിയൻസ് ദ സെയിം ഓർ ഡിഫറെന്റ് എവറി ടൈം? അപ്പോൾ കൊടുത്തിട്ടുള്ളത് എത്ര ടൈമാണ് നമ്മുടെ കോണ്ടിബ ആ ഒരു കിണറ്റിലേക്ക് വീഴുന്നത് എന്നുള്ളതാണ്, കിണറ്റിലേക്ക് ചെലവഴിക്കുന്നത് എന്നുള്ളതാണ്. കോണ്ടിബ വെന്റ് ഇൻടു വെൽ ട്വൈസ്. രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത്. The first attempt revealed as the well layout. Will the second, driven by desperation, focused on finding Aravind, making each experience distinct എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 2ാമത്തെ അധ്യായത്തിൽ പറയാനുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്, നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു ബോർഡിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസേഴ്സ് കറക്റ്റ് നോക്കി മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ഇപ്പൊ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്, ഒരു അല്ലെങ്കിൽ പാരഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ആയിരിക്കാം. ദെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാട്ട് കോണ്ടിബ മിസ് മോസ്റ്റ് നൗ, വൈ? എന്താണ് കൂടുതലായിട്ട് ആ ഒരു കോണ്ടിബക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. ദെൻ എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ നെറ്റ് റെഫർ ടു? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഡിഡ് ദ പോലീസ്മാൻ ടെൽ കോണ്ടിബ? വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ടു അരവിന്ദ് ഇഫ് ഹി ഹാഡ് നോട്ട് സേവ്ഡ് ഹിം ജസ്റ്റ് ഇൻ ടൈം? ആ ഒരു സമയത്ത് ആ ഒരു അരവിന്ദിനെ, കുട്ടിയെ നമ്മളുടെ കോണ്ടിബ രക്ഷപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ഇത്രയാണ് നമ്മുടെ ഒരു അധ്യായത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ 5ാമത്തെ അധ്യായമായിട്ടുള്ള എ ടൈഗർ കംസ് ടൗൺ 1 എന്ന് പറയുന്ന അധ്യായത്തിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളും അതിലെ ഇമ്പോർട്ടന്റ് ആൻസേഴ്സുകളുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ നേരത്തെ 2 അധ്യായത്തിലും വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരുന്നത്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതുപോലെ ഈ അധ്യായത്തിലും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വീണ്ടും നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ്
ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻസറിങ് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ബൈ ചോയ്സിങ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ചൂസ് ഗിവൺ ബിലോ. താഴെ നൽകിയിട്ടുള്ള ഓപ്ഷൻസിനനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ സെലക്ട് ചെയ്യാനാണ്. അറ്റ് ദ സർക്കസ് I did not have any chance to study human being. They had sat peacefully while I covered before captain's whip. I got totally wrong idea of human beings at the angle. Who does I in the above lines for two. അതായത് നമ്മളുടെ ആ ഒരു അധ്യായത്തിലെ ടൈഗർ കംസ് ടൗൺ എന്ന് പറയുന്ന അധ്യായത്തിലെ ഒരു ഭാഗമാണ് പറയുന്നത്. അറ്റ് ദ സർക്കസ് കൂടാരത്തിലെ ഐ ഡിഡ് നോട്ട് ഹാവ് എനി ചാൻസ് ടു സ്റ്റഡി ഹ്യൂമൻ ബീയിങ്. മനുഷ്യ സമുദായത്തെക്കുറിച്ച് മനുഷ്യനെ കുറിച്ച് പഠിക്കാനുള്ള കൂടുതൽ ചാൻസുകളൊന്നും എനിക്ക് സർക്കസ് കൂടാരത്തിൽ കിട്ടിയിരുന്നില്ല. ഓക്കെ, എൻ്റെ ധാരണയിൽ മനുഷ്യന്മാരെന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണെന്നൊക്കെയാണ് എൻ്റെ ധാരണയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ത് മനുഷ്യന്മാർ വളരെ എൻ്റെ ധാരണകളൊക്കെ തെറ്റായിരുന്നു എന്നും മനുഷ്യന്മാർ ഭയങ്കര പേടി ഉള്ള ആളുകളാണെന്നൊക്കെ മനസ്സിലായത്. ഇവിടെ ഐ എന്നതുകൊണ്ട് ആരെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് ദ പീപ്പിൾ ആണ്, ജനങ്ങളാണ് ഇവിടെ ഐ എന്ന് പറഞ്ഞത് അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ബി ദ ടൈഗർ ആണ്. ഓപ്ഷൻ സി ദ ക്യാപ്റ്റൻ ആണ്. ആരെക്കുറിച്ചാണ് പറയണത്? ആരാണിത് പറയണത്? ടൈഗർ ആണ് സർക്കസ് കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ തിങ്ക് ചെയ്യണത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ടൈഗർ സേസ് he did not have any chance to study human being because he was engrossed in his act that he did not look up the audience. ഓഡിയൻസ് ആയിട്ടുള്ള ജനങ്ങളെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇതാരെ കുറിച്ചാണ് പറയണത്? he was so engrossed in the audience. Then next, his captain had always kept him to locked up in cage. കൂട്ടിൽ അടച്ചത് കൊണ്ടാവാം അങ്ങനെ പറയാനുള്ള കാരണം. അതല്ല. നെക്സ്റ്റ് See, having only seen people the circus show, he did not realize that they were scared of the tiger. Okay, അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറയുന്നത് ആൻസർ ആ ഒരു ടൈഗർ കണ്ടിട്ടുള്ളത് കൂട്ടിൽ വെച്ച് മാത്രമാണ്. സർക്കസിലെ ഓഡിയൻസ് ആയിട്ട് മാത്രമേ ജനങ്ങളെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈ ഡിഡ് ദേ വിഡ്രോ ഇൻ ടു ദെയർ ഹോംസ്. എന്തിനാണ് നമ്മളുടെ ആളുകളൊക്കെ വീട്ടിലേക്ക് തന്നെ ഓടിക്കൂടാനുള്ള കാരണം, വീടിനുള്ളിലേക്ക് മറിഞ്ഞിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. ദേ വെർ സ്കേർഡ് ഓഫ് ദ ടൈഗർ എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി കൊടുത്തിട്ടുള്ളത് ദേ വെർ ഗിവൻ ആൻ അലേർട്ട് വാർണിംഗ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ദേ വെർ അഡ്വൈസ്ഡ് ബൈ ദ ക്യാപ്റ്റൻ ടു ഗോ ഇൻസൈഡ് എ പ്രിക്കോഷൻ എന്നുള്ളതാണ്. ഇപ്പൊ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം ആളുകളൊക്കെ എന്തിനാണ് ഓടിക്കൂടുന്നത്? ആസ് ദേ വെർ സ്കേർഡ് ഓഫ് ദ ടൈഗർ. ടൈഗറെ കണ്ട് പേടിച്ചരണ്ട ജനങ്ങളാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും ഓടി ഒളിക്കാൻ തയ്യാറാവുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അറ്റ് ദ സർക്കസ് കൂടാരത്തിൽ ദ പീപ്പിൾ വുഡ് യൂഷ്വലി. ജനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുക? പൊതുവായിട്ട് സാധാരണയിൽ ജനങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും? സിറ്റ് ക്വൈറ്റ്ലി ആൻഡ് വാച്ച് ദ ടൈഗേഴ്സ് ആൻറ്റിക്സ് എന്നുള്ളതാണ് ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത്. ദെൻ ഓപ്ഷൻ ബി കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. റൺ അവേ ഓൺ സീയിങ് എ ടൈഗർ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ത്രോ സ്റ്റോൺസ് ടു ദ ടൈഗർ അവേ. ടൈഗറെ കല്ലെടുത്തെറിയോ? ഉണ്ടാവുമോ സർക്കസ് കൂടാരത്തിൽ? അങ്ങനെയൊന്നും ഉണ്ടാവൂല. അപ്പോൾ ഓപ്ഷൻ എന്താണ് നോക്കാം. ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ സിറ്റ് ക്വൈറ്റ്ലി ആൻഡ് വാച്ച് ദ ടൈഗേഴ്സ് ആൻഡ്. ടൈഗറുടെ കോമാളിത്തരങ്ങളൊക്കെ അവിടെ കാമായിട്ട് ഇരുന്ന് കാണുക എന്നുള്ളതാണ് ഓഡിയൻസിന്റെ പണി എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ വൈ വേർ ദ സ്കൂൾ ചിൽഡ്രൻ സോ എക്സൈറ്റഡ്. സ്കൂൾ വിദ്യാർത്ഥികൾ എന്താണ് എക്സൈറ്റഡ് ആവുള്ള കാരണം? എന്താണ് ചിൽഡ്രൻ എക്സൈറ്റഡ്? ദേ സോ ദ ടൈഗർ ആസ് എ ത്രില്ലിംഗ്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ടൈഗറെ കാണുകയാണ്. സ്വാഭാവികമായിട്ടും കുട്ടികളൊക്കെ എന്താകും? വളരെ എക്സൈറ്റ്മെന്റ് ആകും. വൺസ് ഇൻ ലൈഫ് ടൈം എൻകൗണ്ടർ നോട്ട് ദ ത്രെറ്റ്. അല്ലെ, ഒരു ഭീഷണിയുമില്ലാത്ത ആരെയും ആക്രമിക്കാത്ത ഒരു ടൈഗറെ ആദ്യമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ കാണുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇത്രയും 3 അധ്യായങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്തിട്ട്. ഒന്ന് സ്നൈക്ക് വൈറ്റ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് കോണ്ടിബ എ ഹീറോ എന്നുള്ള അധ്യായത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ ടൈഗർ കംസ് ടൗൺ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഒന്നാമത്തെ ഭാഗങ്ങൾ പറഞ്ഞു.
അതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് അധ്യായത്തിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് എന്താകാം ചർച്ച ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എക്സാമിന് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സുകളും നമുക്ക് നെക്സ്റ്റ് ഓരോ ദിവസങ്ങളായിട്ട് കേൾക്കാം. കൃത്യമായി നിങ്ങൾ ലൈവ് ക്ലാസ്സുകൾ കാണണം. എല്ലാ ലൈവ് ക്ലാസ്സുകളും നമ്മൾ കൃത്യമായി ഇതുപോലെയുള്ള ആൻസേഴ്സുകൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു ടു ഓൾ.